ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ പ്രിയ കെട്ടിയോൻ്റെ ജന്മദിനമാണ് ഗൈസ്. ജന്മദിനം ആഗസ്റ്റ് 6 1995 എങ്ങാണ്ടാണ് എൻ്റെ കെട്ടിയ ഇയർ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. 95 ആണ്. അതിലാണ് എൻ്റെ കെട്ടിയവൻ ജനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പക്ഷെ എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഓക്കെ, പക്ഷെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണം എന്നൊരു തോട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു കേക്കും കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഇപ്പോൾ എനിക്കിവിടെ സ്വന്തമായിട്ട് ഏർണിങ്സ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. ഇന്ന് മീറ്റിങ്ങിന് പോയേക്കാം ദുബായിൽ. കറക്റ്റ് ആഗസ്റ്റ് 6 അവരുടെ കമ്പനി മീറ്റിംഗ് വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനും ടൈം അത്രയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, രാവിലെ എന്തെങ്കിലും ഒരു 100 dirhams തന്നിട്ട് പോയി, നമുക്ക് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. കെട്ടിയാൻ അവരുടെ തന്നെ പൈസക്ക് അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, ഭർത്താക്കന്മാർ കൊടുക്കുന്ന പൈസ നിഷ്കിഷ്കി വെച്ചിട്ടൊക്കെ അല്ലേ സർപ്രൈസ് കൊടുക്കുന്നതല്ലേ. ജോലി കിട്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യമായിട്ട് കൊടുക്കാം. ജോലി കിട്ടുകയാണെങ്കിൽ കേട്ടോ, കിട്ടട്ടെ. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ജസ്റ്റ് ഈ 100 dirhams എടുത്തിട്ട് പോവാം. അപ്പം ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് മൈ ഹസ്ബൻഡ് ബർത്ത്ഡേ ഫോർ 100 dirhams. ഈ 100 dirhams ആണ് എൻ്റെ കയ്യിലുള്ള പൈസ എന്ന് പറയുന്നത്. ഈ പൈസ വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഓക്കെ ഫൈൻ, പോവാം. എന്തായാലും ഒരു ചെറിയ കേക്കും കുറച്ച് ക്യാൻഡിൽസ് കുറച്ച് ബലൂൺസും വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതി. ഡിന്നർ പിന്നെ എന്താ സെറ്റ് ചെയ്യാന്നുള്ളത് അറിയില്ല. 7-7:30 ആകുമ്പോഴത്തേനും വരും. അപ്പോഴത്തേനും ഇപ്പം എന്തായാലും ഡിന്നർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് കുറച്ച് മുന്നേ പോകേണ്ടതായിരുന്നു കേട്ടോ. കാരണം ഉള്ള പൈസയും കൂടി പോകും. കാരണം എനിക്കിന്ന് കറക്റ്റ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ പീരീഡ്സായി. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ക്രാംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതുകൊണ്ട് ഞാനങ്ങനെ കടന്നുപോയി. വിചാരിച്ചു ഓക്കെ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഉള്ളൊരു പ്ലാനിൽ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. പെട്ടെന്നൊരു പർദ്ദ എടുത്തിട്ട് നമുക്ക് ഇറങ്ങി നോക്കാമല്ലേ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം ലുലുവിലൊന്ന് പോയി നോക്കാം. ലുലുവിൽ പോയിട്ട് കേക്ക് കിട്ടുമോ നോക്കാം. ഇവിടെ ഖാദിയ ഷോപ്പിംഗ് സെൻറ്ററിൽ അവിടെ പോയി കേക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കേക്ക് വാങ്ങിയിട്ടോ ലുലുവിന്ന്. എന്തോ ഒരു ടെൻഷൻ, അറിയാത്ത ഭാഗമായതുകൊണ്ടേ ഒരു തപ്പിപ്പിടുത്തവും കളിയൊക്കെ. ഞാൻ നേരെ പോയി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് താഴെ ഇറങ്ങി തലാലിൽ വന്നിട്ട് കുറച്ച് ബലൂണും ക്യാൻഡിൽസും ഒക്കെ വാങ്ങണം. അപ്പോൾ സമയമായി 6 മണിയാവാനായി. അപ്പം ഞാൻ വേഗം ലുലു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി ഖാദിയ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി ലുലു കയറി ഏതോ ഒരു ഫ്ലേവർ കേക്കും വാങ്ങി ഓടി വന്നിട്ടോ. അവിടെ നിന്ന് ഞാൻ ബില്ല് വാങ്ങാൻ മറന്നു. ഈ സെക്യൂരിറ്റി ചെക്ക് ചെയ്തപ്പോൾ ബില്ലില്ല. അപ്പോൾ സെക്യൂരിറ്റി കണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് ഉള്ളിൽ കയറി എന്നുള്ളത് കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാട്ടോ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളധികം അറിയാത്തതുകൊണ്ട് കുറച്ച് നെർവസ് ആയിപ്പോയി. അപ്പോൾ നമുക്കിനി താഴെ തന്നെ ഉണ്ട് തലാൽ സൂപ്പർ മാർക്കറ്റ്. അവിടെ നമുക്ക് കുറച്ച് ചെറിയ ക്യാൻഡിൽസ് ഉണ്ടോ പോയി നോക്കാം. ചെറിയ ക്യാൻഡിൽസോ എന്തെങ്കിലും ബൊക്കേസോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുറച്ച് ബലൂണും വേണം. നോക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഗായ്സ്, ഷോപ്പിലുണ്ട് ഗായ്സ്. ഇവിടെ എത്തി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി പോയി കേക്ക് വാങ്ങി ബലൂണൊക്കെ ഒരു സെറ്റാക്കുമ്പോഴത്തേനും ഇവിടെ എത്തുന്ന എനിക്ക് തോന്നുന്നു. ആദ്യം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് നമുക്ക് പോയി നോക്കാം. താഴെ തന്നെ തലാൽ സൂപ്പർ മാർക്കറ്റ്. എന്തായാലും ക്യാൻഡിൽസും ബലൂണും വാങ്ങാം. വേറെ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ഫുള്ള് റൂം അലങ്കോലാക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. റൂം ഫുള്ള് അലങ്കോലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി വൃത്തിയേടാക്കിയിട്ടിരിക്കുകയായിരുന്നു. കാരണം റൂം എപ്പം നമ്മൾ വൃത്തിയേടാക്കിയിട്ട് അപ്പം ആരെങ്കിലും കയറി വരുന്നറിയില്ലേ. അതേപോലെ ഇന്നിവിടെ ഒരാൾ വരികയും ചെയ്തു റൂം നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടെ വേറെ ആൾ വരണമല്ലോ, അതുകൊണ്ട് ഇവിടെ റൂം നോക്കാൻ ഇന്ന് കറക്റ്റ് ആൾ വരികയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ റൂമൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വേണം ബലൂണ് വീർപ്പിക്കാനും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ബലൂണ് വീർപ്പിക്കാനറിയാം. അത് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ പണ്ട് തൊട്ടേ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കാറില്ല. ഞാനൊരു കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ബലൂണ് വീർപ്പിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ അതിലൊരു ചെറിയ രസവും ഇല്ലേ. എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെടുകയാണ് എന്നല്ല നമുക്ക് തോന്നുക. നമുക്ക് അതൊരു എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. നമ്മളെന്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നുള്ളൊരു ലെവലിൽ നമ്മളെത്തും. അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എനിക്കിതിന് മുന്നേ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് എനിക്കതിനെക്കുറിച്ച് പലതും എനിക്ക് കത്തുന്നതും ഓടുന്നതും ഒക്കെ. എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് ഗൈസ്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ആകെ 4, 3, 5 ബലൂണാണ് ഞാൻ വാങ്ങിയത്. അത് വീർപ്പിച്ച് കെട്ടാൻ തന്നെ ഞാൻ അത്യാവശ്യം നേരം എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 1-2 എണ്ണം ഓട്ടയായിപ്പോയി. ഒന്നെൻ്റെ കയ്യിൽ നഖം കൊണ്ടിട്ട് ഓട്ടയായി. അങ്ങനെ കുറച്ച് സീനായിപ്പോയി. ബലൂൺ ആകെ 5 ബലൂണും 4 ക്യാൻഡിൽസുമാണ് ഞാൻ ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് തന്നെ വാങ്ങിയത്. കാരണം വാങ്ങാൻ
എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിലും അത് ചെയ്യാനുള്ള ടൈം ഇനി ബാക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര മതി എന്നുള്ളതിൽ ഞാൻ വിചാരിച്ച് നിർത്തിയിട്ടോ. പിന്നെ രാത്രി ഞാൻ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനെക്കാട്ടിലും സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ എന്ത് കൊടുത്താലും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുക, നമ്മളെ കെയർ ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക, അതൊക്കെ ഭയങ്കര കൂടുതലായിട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ് കേട്ടോ. എന്താ പറയുക, നമ്മളൊരു ഡ്രീം ഹസ്ബൻഡ് എന്നൊക്കെ പറയില്ലേ, ഡ്രീം ഹസ്ബൻഡ് തന്നെയാണ് ഗൈസ്. ഈ വീഡിയോ മൊത്തം ഞാൻ എൻ്റെ തന്നെ കെട്ടിയവനെ പുകഴ്ത്തലായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. കല്യാണത്തിന് മുമ്പ് ഞാൻ കുറേ ചിന്തിച്ചിട്ടുണ്ട് ഇത് വേണോ. കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ സജഷൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടായി പോയിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തും കസിൻസിൻ്റെ അടുത്തും ഒക്കെ പോയി ഞാൻ സങ്കടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എന്തിനായിരുന്നു അതൊക്കെയെന്ന്. കല്യാണം കഴിച്ച് ജീവിച്ചാലും അടിപൊളിയാണ് ഗൈസ് എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരുടെ കാര്യത്തിലും ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്നും എല്ലാവരും ഒരേപോലെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും കുശുമ്പും കുസൃതിയും ഒക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ അതിനൊരു രസമുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡെക്കറേഷൻസും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞാൻ വാങ്ങിയ കേക്ക് കേട്ടോ. ഇത് ഏതാ ഫ്ലേവർ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു ഹണി ഫ്ലേവർ എനിക്ക് എവിടെ നിന്നോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടു. അത് കഴിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഞാൻ റെഡിയായി. എല്ലാം റെഡിയാക്കി. ഇനി ഞാൻ റെഡിയാവാൻ വേണ്ടി പോവാണ്. കുളിക്കാനും എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുളിക്കാതെ വേഗം ഡ്രസ്സും എടുത്തിട്ട് നിന്ന് റിയാക്ഷൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഗൈസ്. അതിലെനിക്ക് സങ്കടമുണ്ട്. കാരണം പക്ഷേ കേക്ക് മുറിച്ച് കഴിഞ്ഞ് ഞാൻ കുളിച്ചു കേട്ടോ. കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിപ്പോൾ ഡിന്നറിന് പോവാണ്. ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എവിടെ കൊണ്ടുപോകണമെന്നൊന്നും. ഞാനിങ്ങനെ പുറകെ പോകുന്നു, എങ്ങോട്ട് കൊണ്ടുപോകണോ അതിൻ്റെ പുറകെ ഞാനും പോകുന്നു, ഒന്നും അറിയാതെ. അത്ര സീറ്റിട്ടൊന്നുമില്ല, എനിക്കറിയാം ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എനിക്ക് പൈസ തന്നേന്നുള്ളതും എനിക്കറിയാം. പക്ഷേ ഞാൻ എല്ലാം റെഡിയായി. ഞാൻ റെഡിയാവുന്നതിനുള്ളിൽ മൂപ്പരെത്തിപ്പോയി. മൂപ്പർക്ക് ഒരു ചേച്ചി വാതിൽ പറഞ്ഞോർത്ത് അവിടെയുള്ള ഞങ്ങളിപ്പോൾ അവർക്കൊക്കെ കേക്ക് കൊണ്ടുകൊടുത്ത് വന്നതാണ്. ഇനി ഞങ്ങൾ എന്തേലും പോയി ഞണ്ണട്ടെ. പക്ഷേ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കും. അങ്ങോട്ടാണ്. ഹാപ്പി ഹാപ്പി ഹാപ്പി. നിങ്ങൾ അതാണോ പറയാൻ വന്നതെന്ന് വൈകുന്നേരം ഉച്ചക്ക്? അല്ല, നിങ്ങൾ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം ചെയ്താൽ മതിയേനു പറഞ്ഞില്ലേ, പായസം വെച്ചാൽ മതിയേനു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ഞാൻ വിചാരിച്ച് ഇനി ഷോപ്പിലെടോ എന്തോ വാങ്ങി വെച്ചിക്കോ. ഞാൻ ഷോപ്പിലല്ല ഫസ്റ്റ് കയറി വരിക. നെജുമോനോട് പറഞ്ഞിട്ട് ഷോപ്പിലെടോ എന്തോ വാങ്ങി വെച്ചിക്കോ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ എനിക്ക് ഷോപ്പിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യൂല. അവിടെ നമുക്ക് നമ്മളതായ എന്താ ഓർഡർ ചെയ്തേ? പെരി പെരി മന്തി കഴിക്കാൻ പോവാൻ ഞങ്ങൾ. വെള്ളം മറിച്ച് വെള്ളം. റെസ്റ്റോറൻറ്റ് ആംബിയൻസ് സൂപ്പ് കഴിച്ചു. മട്ടൺ സൂപ്പ്. മട്ടൺ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മട്ടൺ സൂപ്പ് കഴിച്ചു. രസമുണ്ട്. സൂപ്പല്ല രസമുണ്ടല്ലേ. ഇത് മറ്റേ നാരങ്ങയും കുരുമുളകാണ്.
ഇത് മട്ടൻ സൂപ്പ് എന്ന് വെച്ചാൽ എന്തോ ഒരു ചോയുണ്ട് അതിൻ്റെ. മട്ടനാ നമുക്ക് മാത്രമേ തരും. നമ്മളെ മടാക്കി ചേർന്നു അതാ കയറി മുന്നോട്ട് മുകളിലേക്ക് കിടന്നത് താഴെ നമ്മൾ കടയുന്ന ശരി. ഇവിടെ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് തന്നു കേട്ടോ അവർ. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഞങ്ങൾക്ക് അവിടെ ചെന്ന പാടെ ഞങ്ങൾ കപ്പിൾസാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല, കോർണറിൽ പാട്ടൊക്കെ ഇട്ട് തന്നു കേട്ടോ. അടിപൊളി പാട്ടൊക്കെ ഇട്ട് തന്ന് സെറ്റാക്കി, നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ അവർ തന്നെ വെച്ചു. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവർ തന്നെ വെച്ചു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തതൊരു പെരി പെരി മന്തി, പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു വാനില ഐസ്ക്രീം, ഒരു മാംഗോ ഐസ്ക്രീം ഇത് ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. മന്തി അത്ര ഒരു മന്തി ഫാനാണോ ഞാനെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് മന്തി അത്ര താല്പര്യമുള്ളൊരു കേസല്ല. എന്നാലും റൈസ് ഞാൻ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് പീസ് അത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത്രത്തോളം വലിപ്പം എൻ്റെ കുടലിനില്ല എന്നുള്ള സത്യം ഞാനിന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയി. ഇന്നത്തെ സെലിബ്രേഷനും പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇനി പോയി കിടന്നുറങ്ങി നാളെ എണീറ്റ് പുതിയൊരു ദിവസം തുടങ്ങണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബായ്. സൈനിങ് ഓഫ് ഫ്രം ഷഫ്ന ഷറഫ്.